ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് മൗനമായി ഒരു നിമിഷം നമ്മുടെ സർവശക്തനായ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ വേദപാഠ പഠനം അതിൻ്റെ ആദ്യ ഭാഗം പിന്നിട്ടു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ വളരെ മനോഹരമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കേരള ലത്തീൻ സഭ. കേരള ലത്തീൻ സഭയുടെ ചരിത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതാണ്ട് 13ാം നൂറ്റാണ്ടിൽ കൊല്ലത്തൊരു രൂപത സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും 1498 വാസ്കോഡഗാമയുടെ ഒപ്പം കേരളത്തിൽ എത്തിച്ചേർന്ന മിഷണറിമാരാണ് നമ്മുടെ ലത്തീൻ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. എന്നിരുന്നാൽ പോലും 16ാം നൂറ്റാണ്ട് മുതലാണ് നമ്മുടെ കേരള ലത്തീൻ സഭയുടെ വ്യക്തമായ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം തന്നെ 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സും നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ലത്തീൻ സഭയുടെ വളർച്ചയിൽ സഭ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കേരള ലത്തീൻ സഭയുടെ വളർച്ചയിൽ നേരിട്ട പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ 1ാമത്തേൽ പഠിക്കാൻ പോകുന്നത്. 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് കേരള ലത്തീൻ സഭയുടെ വളർച്ചയിൽ അനുകൂലമായി നിന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുക കേരള ലത്തീൻ സഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി തീർന്ന സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി രൂപതയുടെ സംസ്ഥാപനവുമാണ് നമ്മൾ 3ാമത്തെ ഭാഗത്തിൽ പഠിക്കുക. അപ്പോൾ 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്താ പഠിക്കുക? കേരള ലത്തീൻ സഭയുടെ വളർച്ചയിൽ പ്രതികൂലമായി നിന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 1ാമത്തെ ഭാഗത്തിൽ പഠിക്കുക. 2ാമത്തെ ഭാഗത്തിൽ കേരള ലത്തീൻ സഭയുടെ വളർച്ചയിൽ അനുകൂലമായി നിന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ 2ാമത്തെ ഭാഗത്തിൽ പഠിക്കുക. 3ാമത്തെ ഭാഗത്തിൽ കേരള ലത്തീൻ സഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി തീർന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കൊച്ചി രൂപതയുടെ സംസ്ഥാപനമാണ് നമ്മൾ 3ാമത്തെ ഭാഗത്തിൽ പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാമത്തെ ഭാഗമാണ്. 1ാമത്തെ ഭാഗം കേരള ലത്തീൻ സഭയുടെ ചരിത്രത്തിലെ പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളെക്കുറിച്ച്. ഇത് നമ്മൾ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികൂലമായി നിന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുക. അതിൽ 1 നെസ്തോറിയൻ പാഷണ്ഡത, 2 പുരാതന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ, 3 അന്നത്തെ കാലത്ത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനെ എതിർത്തിരുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് പഠിക്കുക. 1 നെസ്തോറിയൻ പാഷണ്ഡത, 2 നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ, 3 അന്നത്തെ രാജാക്കന്മാർ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനെ എതിർത്തിരുന്നത്. അപ്പോൾ 1ാമത്തെ ഭാഗം നെസ്തോറിയൻ പാഷണ്ഡത. എന്താണ് നെസ്തോറിയൻ പാഷണ്ഡത എന്ന് നിങ്ങൾ വ്യക്തമായി 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? ക്രിസ്തു രഹസ്യം സംബന്ധിച്ച വലിയൊരു തർക്കമാണ് നെസ്തോറിയൻ പാഷണ്ഡത എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ദൈവം എന്ന പദം പിതാവായ ദൈവത്തെ മാത്രം കുറിക്കുന്നതായതിനാൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കരുതെന്നും ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് മാത്രമാണ് വിളിക്കപ്പെടേണ്ടെന്നുമാണ് നെസ്തോറിയൻ പാഷണ്ഡതയിൽ പഠിച്ചിരുന്നത്. അപ്പോൾ 14ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഈ പാഷണ്ഡതയിൽ മുഴുകി ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ മിഷണറിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി അവർ കണ്ടിരുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ സത്യമല്ലാത്തതൊന്നും അധികം നാൾ നിലനിൽക്കില്ല അല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വളരെ ദൈവവിശ്വാസിയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളൊക്കെയാണെന്ന് വിചാരിക്കുക. അവൻ ക്ലാസ്സിലൊന്നും പഠിപ്പിക്കുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ ഒന്നും പഠിക്കുന്നുമില്ല. അവൻ പറയുന്നത് ഞാൻ നല്ലൊരു വിശ്വാസിയാണ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ദൈവം പരീക്ഷയിലൊക്കെ നല്ല വിജയം തരുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ വിജയിക്കുമോ? ഇല്ല. നമുക്കറിയാം അല്ലേ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2ാം അധ്യായം 17ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവന് വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കർത്തവ്യവും നിറവേറ്റാതെ അവൻ പ്രാർത്ഥനയിൽ മാത്രം മുഴുകിയിരുന്നാൽ അവൻ ജയിക്കുമോ? ഇല്ല. റിസൾട്ട് വരുമ്പോൾ അവൻ പരീക്ഷയിൽ തോക്കുമെന്ന് മാത്രമല്ല, അന്ന് വരെ അവനുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും കൂടി ചെയ്യും. അപ്പൊ അതുകൊണ്ട് സത്യമല്ലാത്ത ഈ പാഷണ്ഡതയിൽ മുഴുകിയിരുന്ന ആളുകളെ സത്യം പഠിപ്പിച്ചുകൊണ്ട് സഭയുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു
മിഷണറിമാരുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. അതിന് മറ്റൊരു കാരണം കൂടി എന്ന് നമ്മൾ ഉള്ളത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, സഭയുടെ 4 ലക്ഷണങ്ങൾ. അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്തായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ ലക്ഷണം സഭ ഏകമാണ് അല്ലേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരേ കർത്താവും ഒരേ വിശ്വാസവും ഒരേ ജ്ഞാനസ്നാനവും ഒരേ ആരാധനയും ഒരേ നേതൃത്വമാണുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ മറ്റൊരു വിശ്വാസത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവരെ നമുക്ക് സഭാമക്കളെന്ന് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കേരളത്തിൽ 14-ാം നൂറ്റാണ്ടിൽ ഈ നെസ്തോറിയൻ ഭാഷയിൽ മുഴുകിയിരുന്ന ആളുകളെ തിരികെ സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്നത്തെ മിഷണറിമാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അതെ, കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ അല്ല. നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ പുരാതന കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളെ കുറിച്ച് അല്ലേ. തൊട്ട് തീണ്ടായ്മയും അയിത്തവും സവർണര് അവർണർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വേർതിരിച്ചു കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലേക്കാണ് മിഷണറിമാർ നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്നത്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്നുള്ള ഒരു സന്ദേശവുമായിട്ട് മിഷണറിമാർ കടന്നു വരുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ മനുഷ്യരെ എല്ലാവരും ഒന്നുപോലെ കാണുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പഠിപ്പിക്കുവാനായിട്ടാണ് മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അന്നത്തെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്കും സവർണരായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ വളരെയധികം ക്രിസ്തുവിൻ്റെ സഭയെ എതിർത്തിരുന്നു. അപ്പോൾ ഈ ഒരു വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് വേണം നമ്മുടെ മിഷണറിമാർ കേരളത്തിൽ ലത്തീൻ സഭയ്ക്ക് പ്രചാരം നൽകിയത്. അപ്പോൾ അവർ നേരിട്ട രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ ജാതി വ്യവസ്ഥകൾ. ഇനി മൂന്നാമത്തെ പ്രശ്നം നമ്മൾ കണ്ടു, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ തങ്ങളുടെ പ്രജകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. നമ്മൾ മതമർദ്ദനം എന്നുള്ള പാഠത്തിൽ നമ്മൾ കണ്ടതാണ്. റോമിലൊക്കെ ചക്രവർത്തിമാർ എങ്ങനെയാണ് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്ന ആൾക്കാരെ പീഡിപ്പിച്ചിരുന്നതെന്നും അവരെ മരണത്തിന് വിധേയരാക്കിയിരുന്നൊക്കെ നമ്മൾ മതമർദ്ദനം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് അവരുടെ പ്രജകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവർ അതിനെ ശക്തമായി എതിർത്തിരുന്നു. അങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മുടെ ലത്തീൻ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി നമ്മുടെ ഒന്നാമത്തെ ഭാഗം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് കേരള ലത്തീൻ സഭയുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ ഒന്നാമത്തെ നമ്മൾ നെസ്തോറിയൻ ഭാഷയുടേതാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തേത് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളാണെന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തേത് കേരളത്തിലെ രാജാക്കന്മാർ അവരുടെ പ്രജകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനെ എതിർത്തിരുന്നത്. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പ്രവർത്തനം കൂടി ചെയ്യാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നും നമ്മുടെ സഭ നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ സഭ ഇന്നും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് സഭയുടെ വളർച്ചയ്ക്ക് ഇന്നും തടസ്സമായി നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് നമ്മുടെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, അങ്ങയുടെ തിരുസഭയിൽ അംഗങ്ങളായി തീരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുവാനും അങ്ങയുടെ സുവിശേഷ വേളയ്ക്കായി പരിശ്രമിക്കുന്ന എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ അങ്ങയെ സമർപ്പിക്കുന്നു. അവരെ എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്